ഹായ് ഓൾ, ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. ഓക്കെ, നമ്മൾ ഇന്നൊരു വീഡിയോ നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്കാൽപ്പിംഗ് ഗ്രൂപ്പ് എല്ലാവർക്കും അറിയാം. സ്കാൽപ്പിംഗ് ഗ്രൂപ്പിൽ കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് സ്കാൽപ്പിംഗ് ട്രെയിനിങ് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളതിൽ എന്താ പറയുക, ഓവർ ട്രെയിൻ ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സ്കാൽപ്പിംഗ് ഗ്രൂപ്പ് എന്താണെന്നും അതിന്റെ എന്തൊക്കെയാണ് നിങ്ങൾ പാലിക്കേണ്ട ഒരു നിയമങ്ങളും എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആ ഗ്രൂപ്പിനെ എങ്ങനെയാണ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ എക്കണോമി ആക്കി മാറ്റി അത് നിങ്ങൾക്ക് എങ്ങനെ അതിൽ നിന്ന് ഏണിങ്സ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വെൽക്കം വൺസ് അഗൈൻ. നമ്മൾ ആദ്യം പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് നമ്മളെ ഗ്രൂപ്പ് എന്താണെന്നുള്ളത് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. ഇൻട്രൊഡക്ഷനിൽ നമുക്ക് വേണ്ടത് നമ്മൾ ഗ്രൂപ്പ് എന്താണ്. നമ്മളിതൊരു സ്കാൽപ്പിംഗ് ഗ്രൂപ്പാണ്. സ്കാൽപ്പിംഗ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെറിയൊരു മൂവ്മെന്റ് നമ്മൾ അതിൽ നിന്ന് എടുക്കാം. ചെറിയ മൂവ്മെന്റിന്റെ പ്രോഫിറ്റ് എടുക്കാം, ചെറിയൊരു പ്രോഫിറ്റ് എടുക്കാം, വലിയ പ്രോഫിറ്റ്. ചില സമയത്ത് നമുക്ക് വലിയ പ്രോഫിറ്റ് കിട്ടും. ഇതൊരു സ്കാൽപ്പിംഗ് ഗ്രൂപ്പാണ് മെയിൻ ആയിട്ട്. സ്കാൽപ്പിംഗ് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഹ്യൂജ് പ്രോഫിറ്റ്സ് നമ്മൾ എടുക്കൽ കുറവാണ്. ഹ്യൂജ് പ്രോഫിറ്റ്സ് വേണ്ട ആൾക്കാർക്ക് നമുക്ക് എന്താ ലോസ് സൈസ് കൂട്ടണം. അതാണ് ഇതിന്റെ സ്കാൽപ്പിംഗിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. ആ കാര്യങ്ങൾ സ്കാൽപ്പിംഗ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു എന്താ പറയാ നിഫ്റ്റി, നമുക്കിപ്പോൾ നിഫ്റ്റി ഓപ്ഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്സ് ആയിക്കോട്ടെ, സ്കാൽപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു ടാർഗറ്റ് ആയിരിക്കും. ചെറിയൊരു ടാർഗറ്റ് നമ്മൾ വലിയ ലോസ് സൈസ് എടുക്കാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ചെറിയ ടാർഗറ്റ് ആണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു കുറച്ചധികം ട്രേഡ്സ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവും. ആ ഒരു കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ നമുക്ക് കണ്ടിന്യൂസ് നമുക്ക് ഓരോ മൂവ്മെന്റിലും മാർക്കറ്റിന്റെ മൂവ്മെന്റ് അനുസരിച്ച് നമ്മൾ ഓരോ ട്രേഡ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. അതാണ് സ്കാൽപ്പിംഗ്. ആ സ്കാൽപ്പിംഗ് ഗ്രൂപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു വലിയ ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് കിട്ടൂല എന്ന് നമ്മൾ പറയുന്നില്ല. കിട്ടാൻ സാധ്യതകളൊക്കെ ഒരുപാടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് നമുക്ക് അതിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞ് കവർ ചെയ്തത് ഈ ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഇതൊരു സ്കാൽപ്പിംഗ് ആണ്. ഒരിക്കലും ഇതൊരു വലിയൊരു മൂവ്മെന്റ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അല്ല. റീ എൻട്രീസ് നമുക്ക് ഇവിടെ ഉണ്ടാവും. ഒരു ചെറിയ ഫസ്റ്റ് ടാർഗറ്റ് ഉണ്ടാവും, സെക്കൻഡ് ടാർഗറ്റ് ഉണ്ടാവും, തേർഡ് ടാർഗറ്റ് ഉണ്ടാവും. ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ എക്സിറ്റ് അടിച്ച് പോകേണ്ടവർക്ക് എക്സിറ്റ് അടിച്ച് പോകാം. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് സെക്കൻഡ് ടാർഗറ്റ് പോകാം. സെക്കൻഡ് ടാർഗറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇറങ്ങിയിരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് ക്ലോസ് ചെയ്യണം. ഇതാണ് നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ പറയാനുള്ളത്. അടുത്ത നമ്മളൊരു ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു ഗ്രൂപ്പിന്റെ സിഗ്നൽസ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ ഗ്രൂപ്പിന്റെ സിഗ്നൽസ് വെച്ച് നിങ്ങൾക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും. അതിന് ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പൊ ഇതാണ് നമ്മളെ ക്രിപ്റ്റോയുടെ ഗ്രൂപ്പ്. ഇതേപോലെ തന്നെ നിഫ്റ്റിക്കും ഗ്രൂപ്പ് ഉണ്ട് ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഗ്രൂപ്പിൽ ഇതേപോലെ ബിറ്റ് കോയിന്, ഇതാണ് ബിറ്റ് കോയിന്റെ ഒരു മെസ്സേജ്, ഒരു കോഡ് സിഗ്നൽ കൊടുത്താണ്. അതേപോലെ തന്നെ ETHന്റെ ഒരു കോഡ് സിഗ്നൽ കൊടുത്താണ്. ഇതിന്റെ അകത്ത് നമ്മൾ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് കോയിന് നമുക്ക് ബൈ ചെയ്യാനുള്ള സിഗ്നലാണ്. അതേപോലെ തന്നെ ഇതേറിയം ബൈ ചെയ്യാനുള്ള സിഗ്നലാണ്. ബിറ്റ് കോയിൻ 1,02,152 രൂപ ജസ്റ്റ് ക്രോസ് ചെയ്യാം. എന്നുവെച്ചാൽ 153 അല്ലെങ്കിൽ 55 ഒക്കെ ആകുമ്പോൾ ക്രോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് എൻട്രി ചെയ്യേണ്ടത്. എൻട്രി ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റ് ആണ് കൊടുത്തേക്കുന്നത്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്. ഇത് ഇനി ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസിലേക്ക് പോകും. ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് സെക്കൻഡ് ടാർഗറ്റിലേക്ക് പോയി നമ്മൾ കൊടുത്തില്ല, വീണ്ടും നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ് തേർഡ് ടാർഗറ്റിന് വേണ്ടിയിട്ട്. തേർഡ് ടാർഗറ്റ് കിട്ടിയില്ല, തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റിൽ നമുക്ക് എന്താ പറയാ ഇറങ്ങിപ്പോണം. ഒരിക്കലും സെക്കൻഡ് ടാർഗറ്റ് എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് സ്റ്റോപ്പ് ലോസിലേക്ക് പോകരുത്. അതേപോലെ തന്നെ ഫസ്റ്റ് ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് കോസ്റ്റിലേക്ക് അറ്റ്ലീസ്റ്റ് ഇറങ്ങും. ഇതാണ് നമ്മുടെ സിഗ്നലിന്റെ മെയിൻ നിങ്ങൾ പാലിക്കേണ്ട കാര്യം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ സ്കാൽപ്പിംഗിൽ നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതല്ല സെക്കൻഡ് ടാർഗറ്റും തേർഡ് ടാർഗറ്റും ഒക്കെ എത്തിയിട്ട് നിങ്ങൾ വീണ്ടും ഹൈ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്കാൽപ്പിംഗ് അല്ല. അത് നമുക്ക് എന്താ പറയുക വലിയ ഒരു മൂവ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ട്രേഡിങ്സ് ആണ്. ആ ട്രേഡിംഗ് അല്ല നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സിഗ്നൽ. അതേപോലെ തന്നെ ഇതേറിയം നോക്കിക്കഴിഞ്ഞാൽ 3,220 രൂപ, 20 രൂപ ജസ്റ്റ് ക്രോസ് ചെയ്ത് ബൈ ആണ്. താഴോട്ടാണെന്നുണ്ടെങ്കിൽ സെല്ല കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു പോയിന്റ് താഴോട്ട്. എന്ന് വെച്ചാൽ ബിറ്റ് കോയിനൊക്കെ നമുക്ക് ഒരു 5-10 പോയിന്റ് വരെ നമുക്ക് മൂവ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമൊന്നുമില്ല. ഏതേറിയം നമുക്കൊരു 1-2 പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ കൂടുതൽ എന്ന് വെച്ചാൽ ബിറ്റ് കോയിൻ ഒരു 20 പോയിന്റിലൊക്കെ മേലെ മൂവ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എൻട്രിയിൽ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് ചാടിക്കയറി നിൽക്കരുത്. ഒന്നില്ലെങ്കിൽ റീറ്റസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. തിരിച്ച് ഇത് വരും, വന്നില്ലെങ്കിൽ വിട്ടേക്ക്, നമുക്ക് അടുത്ത ട്രേഡ് ഉണ്ട്, മനസ്സിലായി, അടുത്ത സ്കാൽപ്പ് ഉണ്ട്. കാരണം മാർക്കറ്റ് മൂവ്മെന്റ് അനുസരിച്ച് എല്ലാ മൂവ്മെന്റിനും നമ്മൾ എന്താ പറയുക ഇതിന്റെ ലെവൽസും കാര്യങ്ങളും നമ്മൾ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത മൂവ്മെന്റിലേക്ക് എടുക്കാം. അപ്പൊ എൻട്രി മിസ്സായി കഴിഞ്ഞാൽ നല്ല വലിയ ഒരു
ഇപ്പോ നമ്മൾ 1,02,152 പറഞ്ഞ് ഇത് നിങ്ങൾ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും 1,02,200 നിങ്ങൾ അത് എടുക്കരുത്, തിരിച്ചറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നമ്മളെ പെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ പ്ലേസ്ഡ് ഓർഡർ ചെയ്യണം. ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എക്സിറ്റ് എൻട്രി ആവാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, എക്സിറ്റും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഗ്രൂപ്പിലെ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതി. ഇങ്ങനെയാണ് നിങ്ങളുടെ സിഗ്നൽസ് കണ്ടു കഴിഞ്ഞാൽ എൻട്രി ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇനി നമുക്ക് ഇതിനകത്ത് എൻട്രി ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അതേപോലെ തന്നെ എക്സിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറഞ്ഞേക്കുന്ന ലെവലിൽ നിന്ന് ജസ്റ്റ് ഒരു ബിറ്റ്കോയിൻ 20 പോയിന്റ് വരെ മൂവ് ചെയ്താലും കുഴപ്പമില്ല, കാരണം ബിറ്റ്കോയിനൊക്കെ നല്ല മൂവ്മെന്റ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എതേറിയത്തിലാണെന്നുണ്ടെങ്കിൽ 1-2 പോയിന്റ്, അതേപോലെ തന്നെ നമുക്ക് നാച്ചുറൽ ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ 0.1 0.2 ഒക്കെ ഡിഫറൻസിലാണെങ്കിലും കുഴപ്പമില്ല. നിഫ്റ്റി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 5 പോയിന്റ് അല്ലെങ്കിൽ അതിന്റെ മേലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എൻട്രി ചെയ്ത് എല്ലാത്തിനും റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. തിരിച്ചിറങ്ങി വീണ്ടും കയറുമ്പോൾ നമുക്ക് എന്താ പറയുക, എൻട്രി ചെയ്താണ് വേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ അവിടെ വെച്ച് നിങ്ങൾക്ക് 5 പോയിന്റ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, നമുക്ക് വിടാൻ പറ്റൂല. നമ്മൾ ഓൾറെഡി 5 പോയിന്റ് അല്ലെങ്കിൽ 10 പോയിന്റ് മേലേക്കാണ് നമ്മൾ എൻട്രി എടുത്തത്. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ട് തിരിച്ചു വരുന്ന സമയമായി നിഫ്റ്റിയിലൊക്കെ. ഓരോ സെഗ്മെന്റിലും എതേറിയത്തിലായിക്കോട്ടെ ബിറ്റ്കോയിലായിക്കോട്ടെ ചിലപ്പോൾ 100 പോയിന്റ് കഴിഞ്ഞതായിട്ട് നിങ്ങൾ എൻട്രി, ചിലപ്പോൾ ബിറ്റ്കോയിനൊക്കെ പെട്ടെന്ന് ഒരു മൂവ്മെന്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ മൂവ്മെന്റ് വിട്ടേക്കാം. തിരിച്ചിറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഒരു സക്സസ് ഉണ്ടാവുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൂവ്മെന്റിൽ ചാടി കയറി വരുമ്പോൾ പറക്കുന്ന പക്ഷീനെ ചാടി കയറി പിടിച്ചാൽ കിട്ടൂല, നമ്മൾ വീണ് പോകും. മനസ്സിലായില്ലേ? പറക്കണ പക്ഷീനെ ചാടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ് പോകും. ഇത്രേ ഉള്ളൂ. കാരണം നമുക്ക് അതിന്റെ പക്ഷീനെ കിട്ടാൻ അത് പറന്നു പോകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറക്കണ പക്ഷീനെ ചാടിക്കയറി പിടിക്കരുത് എന്ന് പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യണം, പറക്കാൻ പോണ പക്ഷീനെ ചാടിക്കയറി പിടിക്കാൻ ശ്രമിക്കാം. അത് കിട്ടിയില്ല അതായത് തിരിച്ച് ആ പക്ഷി അവിടെ തന്നെ വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് പിടിക്കാം. മനസ്സിലായില്ലേ? അത് ആ എൻട്രി കിട്ടിയില്ല, നല്ലൊരു മൂവ്മെന്റ് പോയി, വിഷമിക്കേണ്ട ആവശ്യമില്ല. അടുത്ത നമുക്ക് എൻട്രി ചെയ്തു. മാർക്കറ്റ് ത്രൂ ഔട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് മിസ്സായി എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക, വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ. അടുത്ത നമുക്ക് ഈ ഗ്രൂപ്പ് എപ്പോഴൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ ഈ ഗ്രൂപ്പിൽ എപ്പോഴൊക്കെയാണ് പിന്നെ കോഴ്സ് കൊടുക്കുന്നത്, ഗ്രൂപ്പിന്റെ ടൈമിംഗ് ആണ്. നമുക്ക് രാവിലെ ഒരു 9:30 തൊട്ടിട്ട് 1 മണി വരെയാണ് നമ്മുടെ ടൈമിംഗ് വരുന്നത്. അതേപോലെ തന്നെ വൈകുന്നേരം നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ക്രിപ്റ്റോയില്. രാവിലെയും ക്രിപ്റ്റോ ഉണ്ട്, വൈകുന്നേരം ക്രിപ്റ്റോ ഉണ്ട്. രാവിലെ ഇന്ത്യൻ മാർക്കറ്റിൽ ക്രിപ്റ്റോ ഉണ്ടാവും, വൈകുന്നേരം ക്രിപ്റ്റോ മാത്രം ഉണ്ടാവും. നമ്മൾ വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം 7:30 തൊട്ടിട്ട് ഒരു 10-10:30 വരെ, 10 മണി വരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 10-10:30 വരെ. ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും നിങ്ങൾക്ക് എന്താ പറയുക, നല്ല മൂവ്മെന്റ് വരാനുള്ള സമയവും അതേപോലെ തന്നെ നല്ല ട്രേഡ്സ് കിട്ടാനുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമുക്കൊരു 9:30 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മണി വരെ അല്ലെങ്കിൽ 11 മണി വരെ നമുക്ക് എന്താ പറയുക, നല്ല എന്താ പറയുക മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ക്രിപ്റ്റോയിൽ ഉണ്ടാവും. അതേപോലെ തന്നെ നിഫ്റ്റിയിലും നമുക്ക് എന്താ പറയുക ഇന്ത്യൻ മാർക്കറ്റിലും അതേപോലത്തെ ഒരു മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് വൈകുന്നേരം വരെ ഉണ്ട്. അപ്പൊ ആ ഒരു ടൈം നിങ്ങൾ നോക്കി മാക്സിമം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വൈകുന്നേരം വരെ എന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് എത്രയാണ്, 7:30 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-10:30 വരെ നമുക്ക് ട്രേഡിംഗ് ഉണ്ടാവും. അതിൽ തന്നെ 9-10 മണി വരെയാണ് മാക്സിമം നമുക്ക് എന്തായാലും നല്ല മൂവ്മെന്റ്സ് ഉണ്ടാവും. ആ സമയത്തുള്ള ട്രേഡുകളൊക്കെ മാക്സിമം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ കഴിയും. ഈ ഒരു ഗ്രൂപ്പ് വഴി നമുക്ക് സക്സസ് ആവാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് ഒരു അവയർനെസ് ആയിട്ട് നമുക്ക് കണക്കാക്കി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ട്രേഡിംഗ് ചെയ്യാനായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ. പിന്നെ നമ്മൾ ക്രിപ്റ്റോ ചെയ്യുന്നത് നമ്മളൊരു പ്ലാറ്റ്ഫോമിലാണ്. നമ്മൾ ക്രിപ്റ്റോ ചെയ്യുന്നത് മാസ്റ്റർ സ്റ്റോക്കും അതേപോലെ തന്നെ നമുക്ക് GT Pro എന്ന് പറഞ്ഞ 2 പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ 2 പ്ലാറ്റ്ഫോമിനും കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് കൂടി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്ക് മാസ്റ്റർ സ്റ്റോക്കിന്റെ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. മാസ്റ്റർ സ്റ്റോക്കിന്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ എതീറിയം ഈ രണ്ടെണ്ണത്തിലും നിങ്ങൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മിനിറ്റ് ഹോൾഡ് ചെയ്യണം. 2 മിനിറ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്ത് വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? സ്റ്റോപ്പ് ലോസും ടാർഗറ്റും നിങ്ങൾ എടുത്ത പാട് തന്നെ മാസ്റ്റർ സ്റ്റോക്കിൽ എൻട്രി വെച്ച് പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 2 മിനിറ്റിന് മുമ്പ് നിങ്ങൾ എന്താ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രേഡ് ക്ലോസ് ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിന്റെ പ്രോഫിറ്റും കിട്ടൂല, കമ്മീഷനും പോകൂല, ആ ട്രേഡ് എന്താ പറയുക ലാപ്സ് ആയി പോകും. അതുകൊണ്ട് തന്നെ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ആ ട്രേഡിലേക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ആ ട്രേഡ് ഇൻവാലിഡ് ആയി മാറും. ഓക്കെ, അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സെഗ്മെന്റും മാസ്റ്റർ സ്റ്റോക്കിൽ 30 സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ മതി. നമുക്ക് നിഫ്റ്റി ആയിക്കോട്ടെ, ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, ഫിൻ നിഫ്റ്റി ആയിക്കോട്ടെ, മിഡ് ക്യാപ് നിഫ്റ്റി ആയിക്കോട്ടെ, ബാക്കിയുള്ള
എല്ലാ ഗോൾഡ്, നാച്ചുറൽ ഗ്യാസ്, ഏത് സെഗ്മെന്റും ആയിക്കോട്ടെ, ക്രൂഡ് ഓയിൽ, എല്ലാ സെഗ്മെന്റും 30 seconds മാത്രം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം ഓർഡർ. അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ലാഭത്തിനാണെങ്കിൽ ക്ലോസ് ചെയ്ത് വിടാം. ഇതാണ് നമുക്ക് മാസ്റ്റർ സ്റ്റോക്കിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ജി ടി പ്രോന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ജി ടി പ്രോയിൽ നമുക്ക് എല്ലാ ട്രേഡ്സും മിനിമം 2 മിനിറ്റ് നമുക്ക് ഹോൾഡ് ചെയ്യണം. അതിന് പുറമെ നിങ്ങൾ ഒരു 10 ട്രേഡ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ 50% ട്രേഡ് ഒരു 5 മിനിറ്റിന്റെ മേലെ വേണം. ഒരു 5 മിനിറ്റ്സിന്റെ മേലെ വേണം നിങ്ങൾക്ക്. ആ ഒരു കണ്ടീഷനും കൂടി ജി ടി പ്രോയിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു 10 ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ട്രേഡ് 2 മിനിറ്റും, ഒരു 3 ട്രേഡ് നിങ്ങൾക്കൊരു 5 മിനിറ്റിന്റെ താഴെ ആയാലും കുഴപ്പമില്ല. പക്ഷെ ബാക്കിയുള്ള 5 ട്രേഡ്, ഒരു 50% ട്രേഡ് നിങ്ങൾക്ക് 5 മിനിറ്റിന്റെ മേലെ വരണം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ലൈൻ ട്രേഡ് എന്നുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. ലൈൻ ട്രേഡിനുള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ അവര് ക്ലോസ് ചെയ്യാനും നമുക്ക് ബുദ്ധിമുട്ടില്ല. നമുക്ക് 1 മിനിറ്റിലും 2 മിനിറ്റിലൊക്കെ ക്ലോസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു ഫൈൻ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കി നടത്തണം. ഓക്കെ. അപ്പൊ രണ്ട് പ്ലാറ്റ്ഫോമിന്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞു. അടുത്തത് നമുക്ക് വരുന്നത് സിഗ്നൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ഈ സിഗ്നൽസ് കൊടുക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത്. അതിനുവേണ്ടി ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ എന്റെ സ്ക്രീൻ എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതില് നമ്മൾ പിന്നെ എന്താ പറയുക, സിഗ്നൽസ് കൊടുക്കുമ്പോൾ ഈ ഓരോ സിഗ്നൽസ് നമ്മൾ കൊടുക്കുമ്പോൾ ബിറ്റ് കോയിൻ ബൈ പറഞ്ഞിട്ട് എതേറിയം ബൈ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സെയിം സമയത്ത് തന്നെ ഞാൻ ബിറ്റ് കോയിൻ സെല്ലും പറഞ്ഞിട്ട് ബിറ്റ് കോയിൻ എതേറിയം സെല്ലും പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടിന്റെ ബെനിഫിറ്റ് വെച്ചാൽ നമ്മൾ ഈ സിഗ്നൽസ് നമുക്ക് ആ മാർക്കറ്റ് ആവണതിന്റെ മുമ്പ് തന്നെയാണ് തരുന്നത്. നേരത്തെ നമുക്ക് ഈ സിഗ്നൽസ് ഞാൻ തരുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ ഈ സിഗ്നൽസ് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ സ്കാൽപ്പിംഗ് ഗ്രൂപ്പിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്, നോൺ ഡയറക്ഷണൽ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് ഈ ലെവൽ വിട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ബൈ ആണെന്ന് അറിയാം, ഈ ലെവൽ വിട്ട് താഴോട്ട് പോവുകയാണെങ്കിൽ സെൽ ആണെന്ന് അറിയാം. ഇങ്ങനെയാണ് നമ്മളെ സിഗ്നൽ ഗ്രൂപ്പ് ചെയ്യുന്നത്. കാരണം നോർമലി എല്ലാവരും എന്താ ചെയ്യുക, ആ സമയമാകുമ്പോൾ നോർമലി ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പുകളിൽ നമുക്ക് എന്താണ് വരുന്നത്, ഈ ഒരു സിഗ്നല് എപ്പോഴാണ് ആവുന്ന ആ സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് ഇടും. ആ സമയത്ത് മെസ്സേജ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, ആ സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളത് നോക്കി ആപ്പ് ഓപ്പൺ ആക്കി അത് എടുക്കാൻ വരുമ്പോഴേക്കും ചിലപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് എത്തിയിട്ടുണ്ടാവും. ഇതാണ് മോസ്റ്റ് എല്ലാവർക്കും സംഭവിക്കുന്നത്. നമുക്ക് എൻട്രി ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല. ഇവിടെ നമുക്ക് ടൈം ആവശ്യത്തിലേറെ ഉണ്ട്. നമുക്ക് ആവശ്യത്തിലേറെ ടൈം നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ടൈമിനൊരു യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. നമുക്ക് ടൈം എന്താണ്, ഇപ്പൊ ഇവിടെ നമുക്ക് എന്താ 10 മണിക്കാ വന്നത്, ഈ സാധനം നമുക്ക് എന്താ പറയാ ഒരു 10:30 11 മണി 6 ഇഞ്ചൊക്കെ ആകുമ്പോഴേക്കാര് വരാം. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറയാനുള്ളത്, ഇപ്പൊ ഈ 10 മണിക്ക് ഞാൻ ബിറ്റ് കോയിന്റെയും എതേറിയത്തിന്റെയും ബൈയും സെല്ലും ഞാൻ തന്നു. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ 10:30 ആയപ്പോ ഞാൻ എതേറിയത്തിന്റെ ബൈ അപ്ഡേറ്റ് ചെയ്തു. അവിടെ ടാർഗറ്റ് നമുക്ക് അടിച്ചു, സെല്ലിൽ അടിച്ചു. കണ്ട, സെല്ലിൽ നമുക്ക് ടാർഗറ്റ് അടിച്ചു, ബൈയിൽ നമുക്ക് വീണ്ടും ഞാൻ. അപ്പോ ഇതിന്റെ അർത്ഥം എന്താണ്, ഈ മുമ്പ് തന്നേക്കണ എതേറിയത്തിന്റെ ബൈ അത് ഇൻവാലിഡ് ആയി. കാരണം അതിനേക്കാളും നേരത്തെ നമുക്ക് എന്താ പറയാ എൻട്രി ചെയ്യാനുള്ള ഒരു മാർക്കറ്റ് മൂവ് ചെയ്തപ്പോൾ, താഴോട്ട് മൂവ് ചെയ്തപ്പോൾ നമുക്ക് വീണ്ടും ഒരു നേരത്തെ തന്നെ എൻട്രി ചെയ്യാനുള്ള ഒരു സിഗ്നൽ കിട്ടിയപ്പോൾ അതിന്റെ മുമ്പുള്ള മെസ്സേജ് നിങ്ങൾ നോക്കണ്ട. ഈ പുതിയ ഇ പി എസിന്റെ അല്ലെങ്കിൽ ബിറ്റ് കോയിന്റെ ഏതാണ് പുതിയ ബൈ തന്നേക്കുന്നത് അത് മാത്രമേ നിങ്ങൾ നോക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ കണ്ട വീണ്ടും മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് അതേ സമയത്ത് സെല്ല് ടാർഗറ്റ് ആയിക്കോട്ടെ, ടാർഗറ്റ് ആയില്ല, അതെന്തോ ആയിക്കോട്ടെ, മൂവ്മെന്റ് ആയി, നമുക്ക് സെല്ലും അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ ഏതാണ് മെസ്സേജ് ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തത്, ആ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ മെസ്സേജ് ആയിരിക്കണം നമുക്ക് നോക്കേണ്ടത്. ആ ബൈയും സെല്ലും ആണ് നമുക്ക് നോക്കേണ്ടത്. കണ്ട, ഇവിടെ എത്തിയപ്പോൾ ഞാൻ സെല്ല് അപ്ഡേറ്റ് ചെയ്തു. അപ്പൊ മുമ്പുള്ള സെല്ലെല്ലാം ഇൻവാലിഡ് ആയി. ഇതായിരിക്കും ഇനി പുതിയ സെല്ല്. അപ്പൊ ഇത് മാത്രം നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും ഇവിടെ ഞാനൊരു സെല്ല് പുതിയത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പഴയ സെല്ലിന്റെ കെയർ ഓഫിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോയി എൻട്രി ചെയ്യുന്നത്. കാരണം അത് ഇൻവാലിഡ് ആയി കഴിഞ്ഞു. ഇൻവാലിഡ് ആയി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മൂവ്മെന്റ് വരാൻ ചാൻസസ് ഇല്ല. നമ്മളിത് റൺ ചെയ്യുന്നത് നമ്മളൊരു സ്ട്രാറ്റജി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ആ സ്ട്രാറ്റജി വഴിയാണ് നമ്മളിത് റൺ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിച്ച്, ഇതൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക ലോസ് ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. സ്റ്റോപ്പ് ലോസ് അടിക്കാറുണ്ട്. സ്റ്റോപ്പ് ലോസ് അടിക്കാത്തതൊന്നും നമുക്ക് എന്താ പറയുക ഒരു ട്രേഡിങ് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് സക്സസ് റേഷ്യോ കൂടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ. അടുത്ത നമ്മളെ പോയിന്റ് ഓവർ ട്രേഡിംഗ് ആണ്.
എല്ലാവരും നമ്മളിപ്പോ എന്താ പറയാ ഗ്രൂപ്പുകളിൽ കണ്ടു തുടങ്ങുന്നുണ്ട്, എല്ലാവരും ഓവർ ട്രേഡിങ്. നമുക്ക് ഒരു ദിവസം, നിങ്ങൾ ആലോചിക്കും, ഒരു ദിവസം നിങ്ങൾക്ക് എത്ര എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രശ്നങ്ങൾ തീരും? 1000, 2000, 3000, 4000, 5000, അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. പക്ഷെ ഒരു ദിവസം 5000 രൂപ വേണമെന്ന് പറഞ്ഞ ഒരാള് ക്യാപിറ്റൽ 5000 ആവാൻ പാടില്ല. ഒരു ദിവസം 1000 വേണമെന്ന് പറയുന്ന ഒരാളുടെ ക്യാപിറ്റൽ 1000 ആവാൻ പാടില്ല. ഒരു ദിവസം 10000 വേണമെന്ന് പറയുന്ന ആള് ക്യാപിറ്റൽ 10000 ആവാൻ പാടില്ല. ദിവസേന ക്യാപിറ്റൽ 100 ആകുമ്പോൾ 100% ആവാൻ ചാൻസസ് ഇല്ല എന്ന് പറയില്ല, ചില ചാൻസസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾക്ക് ട്രേഡ് ചെയ്തതിൽ സക്സസ് ആവുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു 1000 രൂപ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ മിനിമം ഒരു 10000, 15000 രൂപ വേണം. ഒരു 10 മടങ്ങെങ്കിലും, നിങ്ങൾ എത്രയാണ് ഒരു ദിവസം വേണ്ടത്, നിങ്ങൾക്ക് വേണ്ടത് അതിന്റെ ഒരു 10 മടങ്ങെങ്കിലും ക്യാപിറ്റൽ നിങ്ങളിൽ ഉണ്ടാവണം. അത് 100% ഉറപ്പാണ്. അല്ലാതെ നിങ്ങൾക്ക് എന്താ പറയുക, എവരെയും ട്രേഡിംഗിൽ സക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ വരും. സ്റ്റോപ്പ് ലോസ് വരും. ചിലപ്പോൾ ചില എന്താ പറയുക സ്റ്റോപ്പ് ലോസ് വലുതായിരിക്കും, ചില സ്റ്റോപ്പ് ലോസ് ചെറുതായിരിക്കും. ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആയി പോകുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇത് ശ്രദ്ധിക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് എന്താ പറയാ ഇതില് നിലനിൽക്കാൻ പറ്റില്ല. 10 മടങ്ങെങ്കിലും മിനിമം, നിങ്ങൾ ഒരു 1000 രൂപ പ്രതീക്ഷിക്കുമ്പോൾ അതിന്റെ 10 മടങ്ങെങ്കിലും മിനിമം നിങ്ങളുടെ ക്യാപിറ്റൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അത് അതോടൊപ്പം തന്നെ നിങ്ങൾ, ചില ആൾക്കാർ 10 മടങ്ങ് ആഡ് ചെയ്തിട്ട് ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ അല്ലാതെ തന്നെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നമുക്കൊരു വിഷയമില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ വേറൊരു കാര്യം കൂടി ചെയ്യണം. നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെയും വൈകിട്ടും, നമുക്ക് എന്താ പറയുക, നമ്മുടെ ഗ്രൂപ്പിൽ ട്രേഡിംഗ് നടക്കുന്നുണ്ട്. രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് ട്രേഡിംഗ് നടക്കുമ്പോൾ രാവിലെ നമുക്ക് ഒരു 1000, 1500 രൂപ കിട്ടി, പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിച്ചു. രാവിലത്തെ ഞാൻ പറഞ്ഞ ടൈമിംഗിൽ തന്നെ നിങ്ങൾക്ക് ഒരു 1000, 1500 കിട്ടി. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, വൈകുന്നേരം വീണ്ടും ഞാൻ പറഞ്ഞ ടൈമിംഗ് ഉണ്ട്, ഒരു 7 തൊട്ടിട്ട് 9, 10 മണി വരെ നല്ല ടൈമിംഗ് ആണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു 1000, 1500 കിട്ടി, 2000 രൂപ കിട്ടിയെന്ന് വിചാരിച്ചു. ഈ 1500, 1500 വെച്ച് കിട്ടിയാൽ ഒരു ദിവസം 3000 രൂപയായി. 3000 രൂപ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് എന്തിനാണ് ട്രേഡ് ചെയ്യാൻ ആഗ്രഹം, ട്രേഡ് ചെയ്യാൻ വരുന്നത് എന്തിനാണ്? നിങ്ങൾ അതിൽ നിന്ന് നിർത്തി ആ 3000 നിങ്ങൾ ഇന്ന് മതി, ബാക്കി നാളെ. ഇന്ന് ആ 3000 മതി, ബാക്കി നാളെ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇന്ന് 2000 കിട്ടുള്ളൂ, 2000 മതി, കിട്ടിയല്ലോ. 2000 കിട്ടില്ല, അത് മതി. കാരണം 2000 30 ദിവസം നമുക്ക് ഇവിടെ ക്രിപ്റ്റോ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ട്രേഡിംഗ് ഉണ്ട്. ഒരു ദിവസം നമുക്ക് ട്രേഡിംഗ് ഇല്ലാതിരിക്കുന്നില്ല. ശനി ഞായർ ഉൾപ്പെടെ ട്രേഡിംഗ് നടക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് എന്താണ്, ഒരു 3000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 60000 രൂപ ഇല്ല മാസത്തിലായി. ആ ഒരു റേഞ്ചിൽ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരിക്കലും പല ദിവസങ്ങളായിട്ട് പല ആൾക്കാരും എന്താ പറയുക പറയുന്നുണ്ട്, ഇന്ന് എനിക്ക് എന്താ പറയാ രാവിലെ 5000 കിട്ടി. 5000 കിട്ടി കഴിയുമ്പോൾ അവരെന്താണ് വീണ്ടും അടുത്ത എന്താ പറയുക ഫുൾ ടൈം ട്രേഡ്. 5000 കിട്ടി നിർത്ത്, വൈകുന്നേരത്ത് നശിപ്പാ ചെയ്യാം. പറ്റൂല. അവർക്ക് ഇന്ന് തന്നെ എന്താ പറയാ, അവർക്ക് ഇത്രയും വർഷത്തായിരുന്ന നഷ്ടങ്ങളെല്ലാം ഇന്ന് തന്നെ എന്താ പറയാ നികത്തിയെടുക്കാം എന്നുള്ള ഒരു ചിന്ത, അവിടെയാണ് നമ്മൾ ഫെയിലിയർ വരുന്നത്. ആ ചിന്ത മാറ്റാത്തോളം കാലം നമുക്ക് എന്താ പറയാ, നമുക്കൊരു സക്സസ് ട്രേഡിംഗ് ഉണ്ടാവില്ല. നമുക്ക് എന്താണ്, ഇന്ന് 500 രൂപ കിട്ടിയോളൂ രാവിലത്തെ സെഷനിൽ, മതി, 500 മതി. വൈകുന്നേരം ഉണ്ടല്ലോ, വൈകുന്നേരം നമുക്ക് നോക്കാം. വൈകുന്നേരം 500 കിട്ടുള്ളൂ, 1000 കിട്ടിയാൽ മതി, മതി, ഇന്നത്തേക്ക് മതി, നാളത്തേക്ക് നമുക്ക് നോക്കാം. കാരണം എല്ലാ ദിവസവും നമുക്ക് മാർക്കറ്റിൽ മൂവ്മെന്റ് വരുന്നുണ്ട്, എല്ലാ ദിവസവും നമുക്ക് എന്താ പറയുക എൻട്രി വരുന്നുണ്ട്, എല്ലാ ദിവസവും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, എല്ലാ ദിവസവും നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാം. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് അതിൽ എന്താ പറയാ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റൂൾ പ്രകാരം ചെയ്തു കഴിഞ്ഞാൽ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ഈ ഗ്രൂപ്പിലെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ സക്സസ് റേഷ്യോ ഉണ്ടാവും. 100% ഉറപ്പാണ്. പക്ഷെ എവിടെയെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് അല്ലാതെ നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് നല്ല രീതിയിൽ വരും. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ നിങ്ങൾക്ക് ഒരു 1000 രൂപ വേണ്ട ആൾക്കാർക്ക് നിങ്ങൾക്ക് 10 മടങ്ങേലും ക്യാപിറ്റൽ ഉണ്ടാവാം. ഇന്ന് ചെയ്യുന്ന എമൗണ്ട് എന്ന് വെച്ചാൽ ഒരു 1000 രൂപ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 10 മടങ്ങ് എന്ന് വെച്ചാൽ ഇന്ന് ചെയ്യുന്ന എമൗണ്ട്, നമുക്ക് ഇൻവെസ്റ്റ് എമൗണ്ടിന്റെ കുറച്ച് കൂടുതൽ. നമ്മൾ ഇവിടെ പ്ലാറ്റ്ഫോമിൽ ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ലിവറേജ് എടുത്താണ് ചെയ്യുന്നത്. അപ്പൊ ലിവറേജ് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ റിസ്ക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്യാപിറ്റൽ കുറച്ചധികം വേണം. അപ്പൊ നിങ്ങൾ ബിറ്റ് കോയിനൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ക്യാപിറ്റൽ വേണം. എന്നാൽ മാത്രമേ അത് നമുക്ക് സക്സസ് ആയിട്ട് നിൽക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എന്താ പറയുക പാതിയായി മാറും. ചിലപ്പോൾ അടുത്ത ട്രേഡ് ബിറ്റ് കോയിൻ എടുക്കാൻ പറ്റാതെ വരും. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ ആയപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്യാപിറ്റൽ ഒന്നും ബാധിക്കരുത്. അടുത്ത ബിറ്റ് കോയിൻ എടുക്കാനുള്ള രീതി ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബിറ്റ് കോയിനിൽ ഇറങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ
ഏതൊരു സ്ക്രിപ്റ്റിലാണെന്നുണ്ടെങ്കിലും അടുത്ത ക്ലിയർ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ക്യാപിറ്റൽ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫെയിലിയർ ഉണ്ടാവുള്ളൂ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിന്റെ കാര്യങ്ങളെല്ലാം മെയിൻ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രൂപ്പിൽ ഈ റോൾസ് സിസ്റ്റമാറ്റിക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് റേഷ്യോ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും പാലിക്കാം. താങ്ക് യു ഓൾ. ഹാപ്പി ഗ്രേഡിംഗ് ആൻഡ് ഏർണിംഗ്. താങ്ക് യു ഓൾ.